നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ ഏതാ? മന്തി കുന്തിയല്ല, പിന്നെന്താണെന്നറിയോ? ഒട്ടകം. അതാണ് ഏറ്റവും നല്ല ഇറച്ചി. നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിലുണ്ട്. ഇറച്ചിയുടെ കൂട്ടത്തിൽ, മീറ്റിന്റെ കൂട്ടത്തിൽ മനുഷ്യന് നല്ല ഹൈർ കിട്ടുന്ന, എഫക്റ്റ് കിട്ടുന്ന, ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഇന്തിഷാർ ഉണ്ടാകാനും ഉന്മേഷം ഉണ്ടാകാനും ഒക്കെ പറ്റുന്ന ഇറച്ചി ഏതാണ്? വെറുതല്ല അറബികൾക്ക് ഇത്ര ഉഷാറ്. അറബികൾക്ക് 80-ാമത്തെ വയസ്സിൽ 3-ാമത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, 4-ാമത്തെ ഭാര്യയ്ക്ക് 5-ാമത്തെ കുട്ടി ഉണ്ടാവും. അതിന്റെ കാരണം എന്താ അറിയങ്ങള്? അതിന്റെ കാരണം ഒട്ടക. നുസ്ഹത്തുൽ മജാലിസ്. തഴവ ഉസ്താദ് ഇടക്കിടക്ക് ഉദ്ധരിക്കുന്ന ഒരു കിതാബാണ് നുസ്ഹത്തുൽ മജാലിസ്. ഞാൻ കാസർഗോഡ് പെർള എന്ന സ്ഥലത്ത് വയലിന് പോയപ്പോൾ അവിടെ പള്ളിയിൽ നിന്നാണ് ആദ്യമായിട്ട് അക്കിതാബ് കണ്ടത്. അപ്പോൾ ഞാനെടുത്ത് മറിച്ച് നോക്കുമ്പോൾ റഫീഖ് സഅദിയും ഞാനും കൂടി എടുത്ത് മറിച്ച് നോക്കുമ്പോൾ അതിലുണ്ട് 1-ാം നമ്പർ ഏറ്റവും നല്ല ഇറച്ചി ഏതാണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതിറച്ചിയാ? കോഴിയിറച്ചി. ഇപ്പോഴത്തെ മക്കളാരും കഴിക്കാറില്ല. എന്താ കഴിക്കണത്? ഇറച്ചിക്കോഴിയാണ് കഴിക്കാറുള്ളത്. കോഴിയിറച്ചിയൊക്കെ പഴയ കാലത്തിലെ താഹസ്താതെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു കോഴി അറക്കുക. ഈ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദൊക്കെ ഓതി പഠിക്കുന്ന കാലത്ത് ഒരു കോഴി അറക്കും, എന്നിട്ട് എത്ര പേര് കഴിക്കും? 100 പേര് കഴിക്കും. അതാണ് കോഴിയിറച്ചി. ഇപ്പൊ കോഴിയിറച്ചി ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇറച്ചിക്കോഴിയാ. ഇറച്ചിക്കോഴി ഇവിടെ കിട്ടും. അങ്ങനെയുള്ളത് കോഴിയിറച്ചി ഇവിടെ കിട്ടുന്ന ആരും എഴുതിയേക്കുന്നില്ല. കാരണം പഴയതല്ലത്, ഹക്കീം ഉസ്താദ് കഴിച്ചതല്ലത്. കണ്ടങ്ങൾ ഇപ്പോഴും കണ്ടില്ല. ആ ഖുവ്വത്തും ആഫിയത്തും അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. അള്ളാഹിന്റെ ദീനിന് ഖൈറായ നിലയ്ക്ക് നമ്മൾ ആഫിയത്തൊക്കെ അള്ളാഹു നിലനിർത്തണേ അള്ളാഹ്. ആമീൻ. 2-ാം സ്ഥാനത്തുള്ള ഇറച്ചി ഏതാ അറിയോ നിങ്ങൾക്ക്? അൽ അഫ്ളലു ഒട്ടകം. 2-ാം സ്ഥാനം ആടാണ്. അത് പഠിച്ചവരാന്ന് തോന്നുന്നു. ആരാ ആദ്യം പറഞ്ഞത്? തമീം. അള്ളാഹു തആല കൂടുതൽ ആട്ടിറച്ചി കഴിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രോഗമില്ലാതിരിക്കാനും കൊളസ്ട്രോൾ ഇല്ലാതിരിക്കാനും കൂടുതൽ കഴിക്കാനും അള്ളാഹുവെ തൗഫീഖ് നൽകണേ അള്ളാഹ്.